നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയായി. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയത് VVIPകളുടെ വൻനിര. ചടങ്ങിൽ നരേന്ദ്രമോദി പങ്കെടുത്തത് മുഖ്യ യജമാനനായി. കുരഞ്ഞിയൂരിൽ ചകിരി കമ്പനിയിൽ വൻ തീപിടുത്തം. വനിതകളായ തൊഴിലാളികൾ ഇറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. സംഭവത്തിൽ ദുരൂഹതയുള്ളതായി നടത്തിപ്പുകാരൻ. ദേശീയപാത നിർമ്മാണം വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഗുരുവായൂർ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തി. മതിലാങ്ങുന്ന അടിപ്പാത, നിലവിലെ റോഡരികിലെ വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടൽ തുടങ്ങിയ വിഷയങ്ങൾ NK അക്ബർ MLA മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് സെപ്റ്റിക് ടാങ്ക് ചോർന്ന് മലിനജലം കെട്ടിക്കിടക്കുന്നു. 15 കുടുംബങ്ങൾ ദുരിതത്തിൽ. സ്വകാര്യ ഫ്ളാറ്റ് ഉടമയ്ക്കെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണം. പന്തല്ലൂർ പാറക്കുളത്തിൽ മുങ്ങിമരിച്ച സഹോദരങ്ങൾക്ക് നാട് കണ്ണീർ യാത്രാമൊഴിയേകി. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയായി. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ VVIPകളുടെ വൻനിരയാണ് അയോധ്യയിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS മേധാവി മോഹൻ ഭഗവത്, UP ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ സൈനിക ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തി. ദർഭപ്പുല്ലുകളാൽ തയ്യാറാക്കിയ പവിത്രം ധരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തത്. ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഉച്ചയ്ക്ക് 12:20-നും 12:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ നടന്നത്. പ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ യജമാനനായിട്ടാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത്. ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം തന്നെ ക്ഷേത്രത്തിലെത്തിയിരുന്നു. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾ 11:30-നാണ് ആരംഭിച്ചത്. പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് അയോധ്യയിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ, നിത അംബാനി, മുകേഷ് അംബാനി, സൈന നെഹ്വാൾ, മിതാലി രാജ്, രജനീകാന്ത്, ചിരഞ്ജീവി, രാംചരൺ, അനിൽ കുംബ്ലെ, സച്ചിൻ ടെണ്ടുൽക്കർ, സോനു നിഗം, രൺബീർ കപൂർ, ആലിയ ഭട്ട്, വിക്കി കൌശൽ, കത്രീന കൈഫ്, ആയുഷ്മാൻ ഖുറാന തുടങ്ങിയവർ ചടങ്ങുകൾ വീക്ഷിക്കാനായി എത്തി. മുൻ പ്രധാനമന്ത്രിയും JDS അധ്യക്ഷനുമായ HD ദേവഗൌഡ അടക്കമുള്ള നേതാക്കളും ക്ഷേത്രത്തിലെത്തിയിരുന്നു. അതേസമയം മുതിർന്ന BJP നേതാവ് LK അദ്വാനി അയോധ്യയിലെത്തിയില്ല. അതിശൈത്യമായതിനാലാണ് അദ്ദേഹം ചടങ്ങിനെത്താത്തത് എന്നാണ് വിവരം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് കേരളത്തിലും വിവിധ ആഘോഷ പരിപാടികളാണ് BJPയും ഹിന്ദു സംഘടനകളും നടത്തുന്നത്. പല ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ നടന്നു. തിരുവനന്തപുരം വഴുതക്കാട് രമാദേവി ക്ഷേത്രത്തിലെ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCTV. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ഗ്ലോബൽ NSSന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനു ചുറ്റും രാമനാമ ഭജന ഘോഷയാത്ര നടത്തി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വടക്കേ നടയിലെ നാരായണാലയത്തിന് മുന്നിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര ക്ഷേത്രവും രുദ്രതീർത്ഥക്കുളവും പ്രദക്ഷിണം ചെയ്ത് സമാപിച്ചു. GNS സംസ്ഥാന പ്രസിഡന്റ് IP രാമചന്ദ്രൻ, P ശ്രീകുമാരൻ നായർ, K മോഹനകൃഷ്ണൻ, KT ശിവരാമൻ നായർ, പ്രമോദ് കൃഷ്ണൻ, സജീഷ് കുറുപ്പ്, മഹിളാ വിഭാഗം ജനനി ഭാരവാഹികളായ രാധാ ശിവരാമൻ നായർ, സരസ്വതി വിജയൻ, ബീന രാമചന്ദ്രൻ, ഗീത വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. രാവിലെ 6 മുതൽ നാരായണാലയത്തിൽ ഭഗവത്ഗീത, ആധ്യാത്മിക രാമായണം എന്നിവ പാരായണം ചെയ്തു. ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്ക് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അക്ഷതം നൽകി. ദേശീയപാത നിർമ്മാണം വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഗുരുവായൂർ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തി. കാപ്പിരിക്കാട്, ചാവക്കാട്, മുല്ലത്തറ എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ പുതിയ ദേശീയപാത കടന്നുപോകുന്ന ഭാഗത്ത് ഒന്നും തന്നെ വാട്ടർ അതോറിറ്റിയുടെ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് നടന്നിട്ടില്ല. ഇതുമൂലം നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന വേളയിൽ പഴയ പൈപ്പുകൾ പൊട്ടുന്നത് പതിവാവുകയാണ്. ഇതോടെ പ്രദേശവാസികൾക്ക് കുടിവെള്ളം കിട്ടാത്ത സ്ഥിതിയാണെന്ന് MLA ചൂണ്ടിക്കാട്ടി. MES ഏങ്ങണ്ടിയൂർ, മന്ദലാങ്കുന്ന് എന്നിവിടങ്ങളിൽ ഓൾ വെഹിക്കിൾ ഓവർപാസ് നിർമ്മാണം എന്ന ആവശ്യം ശക്തമാണ്. ചാവക്കാട് മുതൽ വില്യംസ് വരെയുള്ള ഭാഗത്ത് ദേശീയപാത ക്രോസ് ഡ്രെയിൻ നിർമ്മിക്കാത്തതുമൂലം MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാൻ 160 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നു. ഈ ഭാഗത്ത് NH തന്നെ ഡ്രെയിൻ നിർമ്മിച്ചു നൽകണമെന്ന ആവശ്യവും മന്ത്രിയെ ബന്ധപ്പെട്ടവർ ധരിപ്പിച്ചു. ചാവക്കാട് ബീച്ച്, തീരദേശ ഹൈവേ എന്നിവിടങ്ങളിലേക്കുള്ള ഒരു പ്രധാന ജംഗ്ഷനായ മുല്ലത്തറയിൽ ഇവിടെ മീഡിയം വെഹിക്കിൾ ഓവർപാസ് പകരം ഫ്ലൈ ഓവർ എന്ന ആവശ്യവും ഉയർന്നു. ഗുരുവായൂർ MLA NK അക്ബർ, നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. CCTV ന്യൂസ്, ചാവക്കാട്.
ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ജില്ലാതിർത്തിയായ കാപ്പിരിക്കാട് സന്ദർശനം നടത്തി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് കാപ്പിരിക്കാട് സന്ദർശനം നടത്തിയത് MLA NK അക്ബർ, നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും കൂടെയുണ്ടായിരുന്നു. മന്നലാകുന്ന അടിപ്പാത, നിലവിലെ റോഡരികിലെ വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടൽ എന്നിവ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. 35% നിർമ്മാണം പൂർത്തിയായതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. തങ്ങൾപ്പടി, കെട്ടുങ്ങൽ റോഡ് എന്നിവയെ ബന്ധിപ്പിക്കുന്നതിനായി കാൽനടയാത്രക്കാർക്കായി ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് വാർഡ് മെമ്പർ KH ആബിദ് നിവേദനം നൽകി. കുരഞ്ഞിയൂരിൽ ചകിരി കമ്പനിയിൽ വൻ തീപിടുത്തം. വനിതകളായ തൊഴിലാളികൾ ഇറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. അഗ്നിബാധയിൽ ദുരൂഹതയുള്ളതായി നടത്തിപ്പുകാരൻ. കുരഞ്ഞിയൂർ ചെറ്റാരിക്കൽ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗം ഫൈബർ കെമ്പ് എന്ന ചകിരി സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. തിങ്കളാഴ്ച 10:30യോടെയാണ് കമ്പനിയുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തൊഴിലാളികളെ വിവരം അറിയിച്ചതോടെ ഇവർ പുറത്തിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. സംഭവസമയം 5 വനിതകളായ തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഇവർ സ്ഥാപന നടത്തിപ്പുകാരനായ കുന്നംകുളം സ്വദേശി ജിയോയെ വിളിച്ച് വിവരം അറിയിച്ചു. ഗുരുവായൂരിൽ നിന്നും തൃശൂരിൽ നിന്നും അഗ്നിശമന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും സ്ഥാപനത്തിലെ യന്ത്രങ്ങളും അനുബന്ധ ഉപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. 25 ലക്ഷം രൂപയുടെ നഷ്ടം വന്നതായും സംഭവത്തിൽ ദുരൂഹതയുള്ളതായും നടത്തിപ്പുകാരൻ പറഞ്ഞു. വാടകയുമായി ബന്ധപ്പെട്ടും കമ്പനിയിലേക്ക് കൊണ്ടുവരുന്ന ചകിരി നിലം നികത്താൻ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടും സ്ഥല ഉടമയുമായി തർക്കവും കോടതിയിൽ കേസും നിലനിൽക്കുന്നതായും പറയുന്നു. ഗുരുവായൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ കൃഷ്ണസാഗർ, അസിസ്റ്റന്റ് ഫയർ ഓഫീസർ രാജസുബ്രഹ്മണ്യൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സാബു, നിതിൻ, വിൽസൺ, ഷമീർ, ഷിബു, ഗോപകുമാർ, ഹോംഗാർഡ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പാലിയത്ത് അബൂബക്കറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് 9 വർഷമായി ചകിരി കമ്പനി പ്രവർത്തിച്ചു വരുന്നത്. CCTV ന്യൂസ്, പുന്നയൂർകുളം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ നടത്തിയ ആക്രമണം BJPയുടെ ഫാസിസ്റ്റ് സമീപനം വെളിവാക്കുന്നതാണെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ആരോപിച്ചു. കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം നേതൃത്വ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ വിശ്വാസികൾ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്നും ജോസ് വള്ളൂർ ആവശ്യപ്പെട്ടു. ചാവക്കാട് റൂറൽ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷനിൽ ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, മുൻ DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, KPCC സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട്, A പ്രസാദ്, DCC സെക്രട്ടറിമാരായ MV ഹൈദരാലി, AM അലാവുദ്ദീൻ, KD വീരമണി, വടക്കേക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് ഫസലുൽ അലി, മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ CA ഗോപപ്രതാപൻ, KP ഉമർ, R രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന വികസന സെമിനാർ മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MV പ്രശാന്തൻ മാസ്റ്റർ വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലളിത ഗോപി കരട് പദ്ധതിയുടെ അവതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PI രാജേന്ദ്രൻ, രേഖ സുനിൽ, ചിത്ര വിനോഭാജി, അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ, TR ശോഭി, മിനി ജയൻ, ES രേഷ്മ ടീച്ചർ, മീന സാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പത്മ വേണുഗോപാൽ, ജലീൽ ആദൂർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ബ്ലോക്ക് സെക്രട്ടറി KM വിനീത് എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നതിന് വിരാമമിടുന്നതിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും കാർഷിക മേഖലയിൽ പുതുവിപ്ലവം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി കൃഷിയിടങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച് കീടനാശിനി തളിക്കുന്നതിനുമുള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകിയാണ് വാർഷിക കരട് പദ്ധതിയുടെ അവതരണം നടത്തിയത്. ചർച്ചകൾക്ക് ശേഷം വാർഷിക പദ്ധതി അംഗീകരിച്ചാണ് സെമിനാർ സമാപിച്ചത്. CCTV ന്യൂസ്, കേച്ചേരി. 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായി വേലൂർ പഞ്ചായത്ത് വികസന സെമിനാർ നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയ്, ഷെർലി ദിലീപ് കുമാർ, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി, മെമ്പർ സ്വപ്ന റഷീദ്, സെക്രട്ടറി TK ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ഫണ്ടുകൾ വെട്ടിക്കുറച്ചുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് അംഗങ്ങൾ സെമിനാറിൽ നിന്നും ഇറങ്ങിപ്പോയി. വാർഡുകളിൽ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല ഉള്ളതെന്നും വ്യത്യസ്ത രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയമില്ലാത്തവരുമുണ്ടെന്നും കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതിയുടെ ജനവിരുദ്ധ സമീപനം തുറന്നുകാട്ടുമെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ സ്വപ്ന രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ PN അനിൽ മാസ്റ്റർ, VV ബാലകൃഷ്ണൻ, വിജിനി ഗോപി എന്നിവർ പറഞ്ഞു. ജനങ്ങളെ അണിനിരത്തി തുടർ പ്രക്ഷോഭങ്ങൾ നടത്തുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു.
കോൺഗ്രസ് സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. ഷോബി. ഫണ്ട് അനുവദിക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്നും രാഷ്ട്രീയം നോക്കിയല്ലെന്നും ഷോബി പറഞ്ഞു. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ ഇപ്പോൾ ഈ വർഷം തന്നെ പ്രധാന കവലകളിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മിനിമാസ് ലൈറ്റുകൾ നമ്മൾ എല്ലായിടത്തും വരുത്തുന്നുണ്ട്. പുതിയ ലൈറ്റുകൾ ഇടുന്നതിന് പഞ്ചായത്ത് പുതിയ ഫണ്ടുകൾ വെച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ മുഴുവൻ തെരുവ് വിളക്കുകളും പ്രകാശിപ്പിക്കുന്ന തരത്തിലേക്ക് നമുക്ക് പണി പൂർത്തീകരിക്കാൻ സാധിക്കും. കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയമായി എടുക്കാനും അവരുടെ പ്രവർത്തനത്തിൻ്റെ പോരായ്മകൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ മേൽ കെട്ടിവെക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. നമ്മൾ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് വേലൂർ പഞ്ചായത്തിൽ തുടർന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ ജനോപകാരപരമായ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ പിളറി പൂണ്ട കോൺഗ്രസ് ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരുവിളക്കുകൾ കത്തുന്നില്ല. വേലൂർ പഞ്ചായത്തിലെ വികസന സെമിനാർ നടക്കുന്ന ഹാളിന് സമീപം കറുത്ത ബാഡ്ജ് ധരിച്ച് മെഴുകുതിരി കത്തിച്ച് കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം. 2 മാസത്തിലേറെയായി തെരുവിളക്കുകൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ പഞ്ചായത്ത് നടപടികൾ സ്വീകരിച്ചില്ലെന്നും ഉത്സവ സീസൺ ആരംഭിച്ചിട്ടും കരാറുകാരുമായി ബന്ധപ്പെടാനോ അഗ്രിമെന്റ് വയ്ക്കാനോ ശ്രമിക്കാതെ ജനത്തെ ബുദ്ധിമുട്ടിക്കില്ലെന്ന നിലപാടാണ് ഭരണസമിതി സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പാർലമെന്ററി പാർട്ടി ലീഡർ സ്വപ്ന രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ പി.എൻ. അനിൽ മാസ്റ്റർ, വിജിനി ഗോപി, വി. ബാലകൃഷ്ണൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ തെരുവിളക്കുകൾ കത്താതായിട്ട് 2 മാസക്കാലമായി. ഇപ്പോൾ വെള്ളാറ്റിഞ്ഞൂരാണെങ്കിലും തണ്ടിലം മേഖലയിലാണെങ്കിലും പഴവൂരാണെങ്കിലും കുറുമാലാണെങ്കിലും വേലൂരാണെങ്കിലും എല്ലായിടത്തും പെരുന്നാളുകളും പൂരങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്ന ഈ സമയത്ത് പോലും തെരുവിളക്കുകളുടെ റിപ്പയർ ചെയ്യാനായിട്ട് ഈ ഭരണസമിതി തയ്യാറായിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് തന്നതാണ് 19-ാം തീയതി 20-ാം തീയതി ആയിട്ട് ലൈറ്റുകളുടെ പൂർണ്ണമായിട്ടും അത്യാവശ്യമുള്ള ഈ പെരുന്നാളുകളും പൂരങ്ങളുള്ള വാർഡുകളുടെയൊക്കെ ലിസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യാമെന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉറപ്പ് നൽകിയ വാഗ്ദാനമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഈ ഒരു വെളിച്ചം കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്തില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായിട്ട് ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ദ്വാദശി വേലവരവോടെ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഭീമ ഏകാദശിക്ക് സമാപനമായി. ക്ഷേത്രത്തിൽ രാവിലെ 5-ന് നിർമ്മാല്യ ദർശനത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. 5:30 മുതൽ നടന്ന ദ്വാദശി പണ സമർപ്പണത്തിനായി നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നു. തുടർന്ന് ശീവേലി, നവകം, പഞ്ചഗവ്യം എന്നിവയും 10-ന് ഉച്ചശിവേലിക്കും ശേഷം വിഭവസമൃദ്ധമായ ദ്വാദശിയൂട്ടുമുണ്ടായി. വൈകിട്ട് 4 മുതൽ ദ്വാദശി വേലവരവ് ആരംഭിച്ചു. പറച്ചിരിക്കാവ്, ചീരംകുറ്റിയിൽ, തെക്കൂട്ടുവളപ്പിൽ എന്നീ പൂർവിക സ്ഥാനങ്ങളിൽ നിന്നും എത്തിയ ദ്വാദശി വേല ക്ഷേത്രനടയിലെത്തി വണങ്ങി വേലക്കണ്ടത്തിലെത്തി സമാപിച്ചു. കടവല്ലൂർ ദേശക്കാരുടെ ഉത്സവമായ വേലയ്ക്ക് പൂർവിക സ്ഥാനത്തിനു പുറമെ 15ഓളം ആഘോഷ കമ്മിറ്റികളുടെ ശിങ്കാരിമേളം, കാവടി, തെയ്യം, നാടൻ കലാരൂപങ്ങൾ എന്നിവയും വേലക്കണ്ടത്തിൽ എത്തിച്ചേർന്നിരുന്നു. CCTV ന്യൂസ് പെരുമ്പിലാവ്. അക്കിക്കാവ് പരുവക്കുന്ന് മദ്രസയ്ക്ക് സമീപം പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. സമീപത്തുള്ള വീടുകളിലേക്കാണ് വെള്ളം ഒഴുകിയെത്തുന്നത്. റോഡ് ചെളി നിറഞ്ഞ് സഞ്ചരിക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ്. കാൽനടയാത്ര ഉൾപ്പെടെ ദുസ്സഹമായി. ജലനിധിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുവാൻ കുഴിച്ചെടുത്താണ് പൈപ്പുകൾ പൊട്ടിയിരിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ടും പൊട്ടിയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുവാൻ ജല അതോറിറ്റി തയ്യാറായിട്ടില്ല. പൈപ്പ് അറ്റകുറ്റപ്പണി ചെയ്ത് മേഖലയിൽ ജലവിതരണം സുഗമമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വേലൂർ ശ്രീ കാർത്തിയനി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു. 22-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ് ഉത്സവാഘോഷം. ശുദ്ധി ചടങ്ങുകളോടെയാണ് ഉത്സവാഘോഷത്തിന് തുടക്കമായത്. തെക്കേമഠം ദേവസ്വം മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരിയും ആയുർവേദാചാര്യൻ ഡോക്ടർ ശ്രീകൃഷ്ണനും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് സേതുമാധവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CCTV സീനിയർ സബ് എഡിറ്റർ രമ്യ സനിൽകുമാർ രചനയും നിർമ്മാണവും സൂരജ് കൃഷ്ണ സംവിധാനവും നിർവഹിച്ച തട്ടകത്തമ്മ ദേവി സ്തുതി വീഡിയോ ആൽബത്തിന്റെ ബ്രോഷർ പ്രകാശനവും സ്വിച്ച് ഓൺ കർമ്മവും CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ നിർവഹിച്ചു. ഒരു താളബോധമൊക്കെ ഉണ്ടാവണം എന്നുള്ള തരത്തിലേക്ക് വേണം കാര്യങ്ങൾ പോകണം എന്ന് ഞാൻ നിർബന്ധമായിട്ടും എൻ്റെ ശിഷ്യയോട് ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കാറുള്ളതാണ്. എന്തായാലും ഈ സംരംഭം അദ്ദേഹത്തിന് ഇങ്ങനൊരു ഞാനിപ്പോഴും ഈ പ്രകാശന കർമ്മം
പറഞ്ഞ സമയത്ത് മാത്രമാണ് ഇങ്ങനൊരു പരിപാടി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് പ്രകാശന കർമ്മം വരെ എത്തി എന്നുള്ള തരത്തിൽ അറിയുന്നത് പോലും ഞാൻ ഈ അടുത്ത ദിവസങ്ങളാണ്. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. തുടർന്നും നല്ല കവിതകളും നല്ല പാട്ടും ഒക്കെ മനസ്സിൽ വരട്ടെ. ദേവീക്ഷേത്രത്തിലും ഈ സ്തുതി ഗാനങ്ങളൊക്കെയാണല്ലോ നമ്മുടെ ഭക്തി നിർഭരമാക്കുന്നത്. ഈ സ്തുതി ഗീതങ്ങളൊക്കെയാണ്. നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ കൂടിയിട്ടാണ് നമ്മൾ ഭക്തി ലഹരിയിലേക്ക് തന്നെ മാറുന്നത്. രമ്യ സനിൽ മറുപടി പ്രസംഗം നടത്തി. ഇപ്പോൾ ഈ കാണുന്ന ഒരു ദേവീ സ്തുതി ഗീതമായിട്ട് ഒരു വീഡിയോ ആൽബമായിട്ട് ഇന്നിവിടെ പ്രദർശനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം അത് ദേവിയുടെ അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത് തുടങ്ങിയപ്പോൾ തന്നെ ഒരു മുടക്കും കൂടാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ സാധിച്ചു എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അത് ദേവിയുടെ അനുഗ്രഹം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അമൃതശേഖർ എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള ഒരു കുട്ടിയാണ് ഈ ഒരു സോങ് ആലപിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് ആ കുട്ടി നമുക്കത് പാടിത്തന്നു. 2 ദിവസം കൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അറിയാം, കാർത്തികയുടെ അന്നും അതല്ലാതെ ഒരു ദിവസവും, അങ്ങനെ 2 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടാണ് ഇത് മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആൽബമായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി സനിൽകുമാർ സ്വാഗതവും മാതൃസമിതി കൂട്ടായ്മ കൺവീനർ രജിത സുരേഷ് നന്ദിയും പറഞ്ഞു. വീഡിയോയുടെ പ്രദർശനത്തിനു ശേഷം നാടകി കലാപഠന കേന്ദ്രം അവതരിപ്പിച്ച നൃത്തസന്ധ്യയും അരങ്ങേറി. CCTV സീനിയർ സബ് എഡിറ്റർ രമ്യ സനിൽകുമാർ രചനയും നിർമ്മാണവും നിർവഹിച്ച തട്ടകത്തമ്മ ദേവി സ്തുതി വീഡിയോ ആൽബം പുറത്തിറക്കി. വേലൂർ ശ്രീ കാർത്യായനി ദേവിയെ വർണ്ണിച്ചാണ് ആൽബം ഒരുക്കിയത്. വേലൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ ബ്രഹ്മചാരിണിയായ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള ദേവീഗീതമാണ് തട്ടകത്തമ്മ എന്ന പേരിൽ വീഡിയോ ആൽബമായി ചിത്രീകരിച്ചത്. വേലൂരിൽ വാഴുമമ്മ കാർത്യായനി ഭഗവതി കൈകൂപ്പുന്നു തിരുനടയിൽ എന്നെന്നും ഞാൻ. വേലൂരിൽ വാഴുമമ്മ കാർത്യായനി ഭഗവതി നിരവധി ഷോർട്ട് ഫിലിമുകളും പരസ്യചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുള്ള TCV പ്രോഗ്രാം ഡയറക്ടർ കൂടിയായ സൂരജ് കൃഷ്ണയാണ് തട്ടകത്തമ്മ ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ക്ഷേത്രവും പരിസരവുമായിരുന്നു ലൊക്കേഷൻ. രമ്യ സനിലിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അനൂപ് റോബിനാണ്. ഗാനം ആലപിച്ചിരിക്കുന്നത് അമൃത ശേഖറാണ്. വിജേഷ് നാഥ് ഛായാഗ്രഹണവും ആൻഡോ ചിരിയൻ കണ്ടത്ത് എഡിറ്റിംഗും നിർവഹിച്ചു. രമ്യ തന്നെയാണ് ആൽബത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. രമ്യ S. നായർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ ആൽബം പുറത്തിറക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCTV. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ റപ്പായേൽ മാലാഖയുടെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ 6:30 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ലതിഞ്ഞ് നോവേന പ്രസിദ്ധേന്തി വാഴ്ച, തുടർന്ന് തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചുവയ്ക്കൽ എന്നിവ നടന്നു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര മുഖ്യ കാർമ്മികനായി. ഫാദർ സെബിൻ ചിറമൽ, ഫാദർ തോമസ് ചൂണ്ടൽ എന്നിവർ സഹകാർമ്മികരായി. തിരുനാൾ ദിനമായ ഇന്ന് രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 10:30 നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോയ് മൂക്കൻ മുഖ്യ കാർമ്മികനായി. ഫാദർ ജിൻഡോ ചൂണ്ടൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാനയും തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള തിരുനാൾ പ്രദക്ഷിണവും നടന്നു. കൈക്കാരന്മാരായ സാമുവൽ തരകൻ, പാറക്കൽ ഷിജു, ഷാജി മണ്ടുപാൽ, ജനറൽ കൺവീനർ CL ടാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. പെലക്കാട്ടുപയ്യൂർ മാർഷിക്കാവ് ക്ഷേത്രോത്സവം വർണ്ണാഭമായി. പുലർച്ചെ 5 മണിക്ക് നട തുറക്കലിന് ശേഷം നിർമ്മാല്യ ദർശനവും അഭിഷേകങ്ങൾ, മലർനിവേദ്യം, ഉച്ചപൂജ തുടങ്ങിയ വിശേഷാൽ പൂജകൾ നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ഷിബു ഇരിങ്ങാലക്കുട എന്നിവർ കാർമ്മികരായി. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ പാണഞ്ചേരി മഹാദേവൻ ഭഗവതിയുടെ തിടമ്പേറ്റി. വൈകിട്ട് 5:40 മുതൽ 6:40 വരെയുള്ള സമയത്ത് വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ പൂരം എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. 6:50 മേള കലാകാരൻ വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണിത്വത്തിൽ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. നടുമുറി പയ്യൂർക്കാവ് സമുദായങ്ങളുടെ കാവടി വരവ് 5:40 ക്ഷേത്രത്തിലെത്തി സമാപിച്ചു.
രാത്രി 8 മണി മുതൽ 8:40 വരെയുള്ള സമയത്ത് വിവിധ കമ്മിറ്റികളുടെ തേക്കാഴ്ചകൾ ക്ഷേത്രാങ്കണത്തിലെത്തി സമാപിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. 6 ദേശങ്ങളിൽ നിന്നുള്ള ആനപ്പൂരങ്ങളും 6 ദേശക്കാരുടെ തെയ്യം, കാവടി എന്നിവയും പൂരാഘോഷത്തിന്റെ ഭാഗമായി. ക്ഷേത്രം ഭാരവാഹികളായ കെ.ബി. സോമരാജ്, കെ.ബി. മണികണ്ഠൻ, അശോകൻ, പി.എ. സജി എന്നിവർ പൂരാഘോഷത്തിന് നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. പ്രശസ്ത മദ്ദള പ്രമാണിയായിരുന്ന കടവല്ലൂർ അരവിന്ദാക്ഷൻ സ്മാരക പുരസ്കാരം മദ്ദള കലാകാരൻ നെല്ലുവായ് മുരളിക്ക് സമർപ്പിച്ചു. കടവല്ലൂർ ഏകാദശിയുടെ ഭാഗമായി ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ ചടങ്ങ് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ടി.എ. സുന്ദർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഓഫീസർ രാമചന്ദ്രൻ നന്ദിക്കാട് അധ്യക്ഷത വഹിച്ചു. കലാനിരൂപകൻ വിനോദ് കണ്ടങ്കാവിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. കടവല്ലൂർ ഗോപാലകൃഷ്ണൻ, അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ ഭീമ ഏകാദശിയോടനുബന്ധിച്ച് അരവിന്ദാക്ഷൻ സ്മാരക ട്രസ്റ്റാണ് പുരസ്കാരം നൽകിയത്. ഞങ്ങളുടെ അദ്ദേഹം ഇവിടെ പറയുന്നത് വരെ തൊട്ട് മുമ്പ് തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മദ്ദള പ്രമാണിയായിരുന്നു. ഒരുപാട് വർഷം അദ്ദേഹം തിരുവമ്പാടിയുടെ പ്രമാണിയായിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പന്തല്ലൂർ പാറക്കുളത്തിൽ മുങ്ങി മരിച്ച സഹോദരങ്ങൾക്ക് നാട് കണ്ണീർ യാത്രാമൊഴിയേകി. വെള്ളിത്തിരുത്തി മടപ്പാട്ടുപറമ്പിൽ അഷ്കറിന്റെ മക്കളായ 13 വയസ്സുള്ള ഹസ്നത്ത്, 9 വയസ്സുള്ള മഷീദ എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയാണ് സംഭവം. കുളത്തിന് സമീപത്തുള്ള കല്യാണമണ്ഡപത്തിലേക്ക് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനായി പിതാവിനൊപ്പമെത്തിയ കുട്ടികൾ കാലിൽ പറ്റിയ അഴുക്ക് കഴുകിക്കളയാനായി ശ്രമിക്കുന്നതിനിടെയാണ് ദുരന്തം. ആദ്യം കുളത്തിലിറങ്ങിയ ഹസ്നത്താണ് അബദ്ധത്തിൽ വീണത്. ഇതോടെ രക്ഷിക്കാനായി ശ്രമിച്ച അനിയത്തി മഷീദയും കുളത്തിലേക്ക് മുങ്ങിപ്പോവുകയായിരുന്നു. കുട്ടികൾ വെള്ളത്തിൽ വീണതിനെ തുടർന്നുള്ള പിതാവിന്റെ നിലവിളി കേട്ട് സ്ഥലത്തെത്തിയ പ്രദേശവാസികൾ കുന്നംകുളം ഫയർഫോഴ്സിൽ വിവരമറിയിച്ച് ഇരുവരെയും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിവിധ ആശുപത്രികളിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ ഉച്ചയ്ക്ക് 2:30യോടെയാണ് വീട്ടിലെത്തിച്ചത്. ഇന്നലെ വരെ കളിച്ചും ചിരിച്ചും വീട്ടിലും പരിസരത്തുമായി നടന്നിരുന്ന സഹോദരങ്ങളുടെ ചേതനയറ്റ ശരീരം കാഴ്ചക്കാരുടെ മിഴി നനയിച്ചു. ഇവർ പഠനം നടത്തിയിരുന്ന വിദ്യാലയങ്ങളിലെ കുട്ടികളും അവസാനമായി ഒരു നോക്കു കാണാൻ എത്തിയിരുന്നു. ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ്, ഫാദർ ബെഞ്ചമിൻ OIC, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. വൈകിട്ട് 4 മണിയോടെ പഴുന്നാന പള്ളി ഖബർസ്ഥാനിലായിരുന്നു ഖബറടക്കം. CCTV ന്യൂസ്, വേലൂർ. കിടങ്ങൂർ ജ്ഞാനോദയം ഗ്രന്ഥശാലയും വിവിധ ക്ലബ്ബുകളും മറ്റ് സാംസ്കാരിക സമിതികളും സംയുക്തമായി 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന രാത്രികാല പഠനത്തിന്റെയും പ്രതിഭാ പുരസ്കാരത്തിന്റെയും ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ അക്ഷരക്കൂട്ട് സൗജന്യ നൈറ്റ് ക്ലാസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. മോളിക്യൂൾ അക്കാദമി പ്രിൻസിപ്പാൾ വിമൽ മാസ്റ്റർ മുഖ്യാതിഥിയായ ചടങ്ങിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുതിർന്ന പ്രവർത്തകൻ PK രാജൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. അക്ഷരക്കൂട്ട് സംഘാടക സമിതി കൺവീനർ വിഷ്ണു മാസ്റ്റർ, ജ്ഞാനോദയം ഗ്രന്ഥശാല സെക്രട്ടറി വിജയൻ മാസ്റ്റർ, ഗ്രന്ഥശാല പ്രവർത്തകരായ അഫ്സൽ, അൻഷിദ്, റിസ്വാൻ, സച്ചിൻ, യൂനസ്, അഭിനവ് എന്നിവർ സംസാരിച്ചു. നാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ സേതുലക്ഷ്മി, കലാകായിക മത്സരങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ഫാസിസത്തിന്റെ സ്ത്രീ ശാക്തീകരണ കപട വാഗ്ദാനങ്ങളിൽ വനിതകൾ പ്രലോഭിതരാകരുതെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി TK അഷ്റഫ് പറഞ്ഞു. തൃശൂർ ജില്ലാ കമ്മിറ്റി ചാവക്കാട് സംഘടിപ്പിച്ച ഫാമിലി കോൺഫറൻസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വാസവിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിൽ ചാവക്കാട് ബസ് സ്റ്റാൻഡ് ചത്തുരം സ്ക്വയറിലാണ് ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് KM ഹൈദരാലി അധ്യക്ഷത വഹിച്ചു. വിശ്വാസത്തെ വൈകാരികമായി കാണുന്ന അപകടം നിറഞ്ഞ അവസ്ഥയിലാണ് ഇന്ന് സമൂഹമുള്ളത്. അവിടെ സംയമനം പാലിച്ചുള്ള സമീപനം അത്യാവശ്യമാണെന്ന് TN പ്രതാപൻ MPയും വിശ്വാസം കുറയുകയും വർഗീയത കൂടുകയും ചെയ്തുവരുന്ന സമകാലിക അവസ്ഥയ്ക്കുള്ള പരിഹാരം കാണാൻ മതസമൂഹം ബാധ്യസ്ഥരാണെന്ന് NK അക്ബർ MLAയും ആശംസാ പ്രസംഗത്തിലൂടെ പറഞ്ഞു. UAE ഇസ്ലാഹി സെന്റർ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ഹൈദർ മുഖ്യാതിഥിയായി. വിസ്ഡം ജില്ലാ സെക്രട്ടറി PK അഷ്റഫ് സുലമി സ്വാഗതവും പ്രോഗ്രാം കൺവീനർ അൻവർ അബൂബക്കർ നന്ദിയും പറഞ്ഞു. സംതൃപ്ത കുടുംബം സാധ്യമാണ് എന്ന വിഷയത്തിൽ TK അഷ്റഫ്, കുടുംബം കാഴ്ചയും കാഴ്ചപ്പാടും എന്ന വിഷയത്തിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലിം, സംതൃപ്ത കുടുംബം സാധ്യമാണ് എന്ന വിഷയത്തിൽ മുജാഹിദ് ബാലുശ്ശേരി, കുടുംബം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഷിഹാബ് എടക്കര എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു.
വിസ്ഡം യൂത്ത് ജില്ലാ സെക്രട്ടറി MM മുനവർ, വിസ്ഡം സ്റ്റുഡന്റ് ജില്ലാ സെക്രട്ടറി സലാഹുദ്ദീൻ അൽ ഹിക്കമി, സുബൈർ സലഫി പട്ടാമ്പി, ഷാഫി സൊബാഹി, ഹാരിസ് ആറ്റൂർ എന്നിവർ സംസാരിച്ചു. വേദിയിൽ വെച്ച് നടത്തിയ മഗ്രിബ് ഇശാ നമസ്കാരത്തിന് ജാഫർ സലഫി നേതൃത്വം നൽകി. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പുതിയതായി CMPയിലേക്ക് ചേർന്നവർക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. KR റീജൻസിയിൽ ചേർന്ന സ്വീകരണ യോഗത്തിൽ CMP സംസ്ഥാന സെക്രട്ടറി PRN നമ്പീശൻ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് നൽകി. ജില്ലാ സെക്രട്ടറി ജയസിംഗ് കൃഷ്ണൻ, ഏരിയ സെക്രട്ടറി VG അനിൽ, സുദേശ് കുമാർ, KSYF ജില്ലാ സെക്രട്ടറി MS സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സഹറ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചിറമനങ്ങാട് സഹറ ഗ്ലോബൽ സ്കൂളിൽ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി ആർട്ട് ഹോളിക് ഫെസ്റ്റിവൽ നടത്തുമെന്ന് സംഘാടകർ എരുമപ്പെട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ 9:30 മുതിർന്ന പൗരന്മാരും കുട്ടികളും തമ്മിൽ സംവദിക്കുന്ന ഗ്രാൻഡ് പാരന്റ്സ് മീറ്റ് നടക്കും. മുസ്ലിം ജമാഅത്ത് സ്റ്റേറ്റ് സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി നേതൃത്വം നൽകും. വൈകുന്നേരം 6:30 ലൈലത്തുൽ മഹബ പ്രകീർത്തന സദസ്സ് നടക്കും. ഹാഫിൽ സ്വാദിഖ് അലി ഫാളിലി ഗൂഡല്ലൂർ, റബി മുഈനി കട്ടിപ്പാറ, നാസിഫ് കാലിക്കറ്റ്, മുർഷിദ് അലി എളയൂർ, അജ്സൽ കാരിക്കുളം, മുഹമ്മദ് അലി സഖാഫി, മുസിൻ പള്ളിക്കൽ എന്നിവർ നേതൃത്വം നൽകും. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 9:30 മുതൽ കലാപരിപാടികൾ അരങ്ങേറും. ബുധനാഴ്ച രാവിലെ 9:30 നടക്കുന്ന സംഗമത്തിൽ ജില്ലാ സെഷൻസ് ജഡ്ജിയായി നിയമിതനാകുന്ന അഡ്വക്കേറ്റ് KN പ്രശാന്തിനെ ആദരിക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ബ്ലോക്ക് മെമ്പർമാരായ KK മണി, സരിക തുടങ്ങിയവർ പങ്കെടുക്കും. വ്യാഴാഴ്ച വൈകിട്ട് 6:30 നടക്കുന്ന കോൺവെക്കേഷൻ സെറിമണിയിൽ സമസ്ത കേന്ദ്ര മുശാഫറ അംഗം താഴപ്ര PV മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, സയ്യിദ് മഹ്റൂഫ് ജിഫ്രി കല്ലടിക്കോട്, സയ്യിദ് തഖിയുദ്ദീൻ അസനി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് അഡ്മിൻ മാനേജർ മഹമ്മൂദ് അലി നഈമി, ട്രസ്റ്റ് ചെയർമാൻ PB അബൂബക്കർ ഹാജി, ജനറൽ സെക്രട്ടറി ഹാഫിൽ നൌഷാദ് സഖാഫി, സെക്രട്ടറി KM ഷമീർ, കൺവീനർ PS സിദ്ദീഖ് എന്നിവർ അറിയിച്ചു. സഹറ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ വിവിധങ്ങളായ വിദ്യാഭ്യാസ, സാമൂഹിക, കാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. സഹറ ആർട്ട് ഹോളിക് ഫെസ്റ്റിവൽ ഈ വരുന്ന 23, 24, 25 തീയതികളിൽ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ സഹറ ക്യാമ്പസ് ചെറുമനങ്ങാട് വെച്ച് അതിവിപുലമായി പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. 23-ാം തീയതി ജനുവരി ചൊവ്വാഴ്ച രാവിലെ 9:30 സ്ഥാപനത്തിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഗ്രാൻഡ് പാരന്റ്സ് മീറ്റ് നടക്കുന്നു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ കർമ്മം എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, KSSPU ബ്ലോക്ക് സെക്രട്ടറി PK സജീവൻ, ബ്ലോക്ക് പ്രസിഡന്റ് MK മുഹമ്മദ് കുട്ടി ഹാജി, ജില്ലാ വൈസ് പ്രസിഡന്റ് KS ജോർജ്, ജില്ലാ കമ്മിറ്റി അംഗം തോമസ് M മാത്യു, സംസ്ഥാന കൗൺസിൽ അംഗം OR സോമശേഖരൻ മാസ്റ്റർ, യൂണിറ്റ് പ്രസിഡന്റ് NJ മോഹനൻ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് സെപ്റ്റിക് ടാങ്ക് ചോർന്നുള്ള മലിനജലം കെട്ടിക്കിടക്കുന്നു. 15 കുടുംബങ്ങൾ ദുരിതത്തിൽ. സ്വകാര്യ ഫ്ളാറ്റ് ഉടമയ്ക്കെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണം. തോട്ടുപാലം റേഷൻ കടയ്ക്ക് സമീപത്ത് നിർമ്മിച്ചിരിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ഫ്ളാറ്റിലെ സെപ്റ്റിക് ടാങ്കാണ് ചോർന്നൊലിക്കുന്നത്. ജനവാസ മേഖലയിലാണ് ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്നത്. രൂക്ഷമായ ദുർഗന്ധമാണ് ഇവിടെ നിന്നും വമിക്കുന്നത്. പകർച്ചവ്യാധികൾക്കും മറ്റ് രോഗങ്ങൾക്കും വഴിയൊരുക്കുന്ന പ്രവൃത്തിക്കെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. അനധികൃതമായിട്ട് വീട് ഫ്ലാറ്റ് നിർമ്മിച്ചത് കാരണം ഇപ്പോൾ അവിടെ സെപ്റ്റിക് ടാങ്ക് വേണ്ട രീതിയിൽ സുരക്ഷിതമല്ലാത്ത രീതിയിൽ പണിത് കാരണമൊക്കെ ഇപ്പോൾ അതിലത്തെ വേസ്റ്റ് മുഴുവൻ വീട്ടുകളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ അവിടെ നമ്മൾ കണ്ടില്ലേ, അതായത് ഒരു കുളം കെട്ടി നിൽക്കുന്ന പോലെ വെള്ളം അത്രയും കെട്ടി നിൽക്കുകയാണ്. പിന്നെ കുട്ടികൾക്ക് അത് കാരണം പകർച്ചവ്യാധികളൊക്കെ വന്നിട്ട് ഡെയിലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. അതിന്റെ ഉടമസ്ഥനോട് നമ്മൾ പല പ്രാവശ്യം അത് പരാതി പറഞ്ഞിട്ടും അയാള് ഇങ്ങോട്ട് വരിക, നോക്കുക, അതിനെ കുറിച്ചിട്ട് ഒരു വേണ്ട പരിഗണന എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പഞ്ചായത്തിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് ആരും വന്ന് നോക്കുക, കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് കാരണമാണ് ഇപ്പൊ നമ്മള് ചാനലിൽ ഇങ്ങനെ വന്ന് കൊടുക്കാനുള്ള കാരണവും. മലിനജലം കെട്ടി നിൽക്കുന്നതിനെക്കുറിച്ച് ഫ്ളാറ്റ് ഉടമയോട് നിരവധി തവണ പറഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ദുർഗന്ധം മൂലം പരിസരത്ത് താമസിക്കുന്നതിനോ അതുവഴി സഞ്ചരിക്കുന്നതിനോ പറ്റാത്ത അവസ്ഥയാണുള്ളത്. തൊട്ടടുത്തുള്ള ജലസ്രോതസ്സുകളിലെ വെള്ളം ഉപയോഗശൂന്യമായിരിക്കുകയാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ ഉൾപ്പെടെയുള്ളവരുടെ ശരീരത്തിൽ ചൊറിച്ചിലും അലർജിയും അനുഭവപ്പെടുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് അധികൃതരും പരാതി കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അടിയന്തരമായി ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. CCTV ന്യൂസ്, എരുമപ്പെട്ടി.
ആനയ്ക്കൽ പാലിശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മൂന്നാമത് പ്രതിഷ്ഠാദിന മഹോത്സവം ക്ഷേത്ര ആചാര്യൻ ഗുരുജ്ഞാനം കണ്ണൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജാതി കർമ്മങ്ങളോടെ ആചരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് ശിവദാസൻ പറപ്പൂർ, സെക്രട്ടറി സുരേന്ദ്രൻ തണ്ടിലം, ട്രഷറർ ബോസ് കാക്കശ്ശേരി, സുഗു പാലിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അനുസ്മരണ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ തിരുനാൾ കുർബാന, ലതീഞ്ഞ്, വിശുദ്ധന്റെ രൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ, കാഴ്ച സമർപ്പണം, നൊവേന, നേർച്ച വിതരണം, രൂപമണങ്ങൽ എന്നിവ നടത്തി. ഫാദർ ഡെന്നിസ് മാറോക്കി കാർമ്മികനായിരുന്നു. സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ യൂണിറ്റ് നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മുക്കിലപ്പിടിക മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന അഖില കേരള ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ചെയർമാൻ റോബർട്ട് തമ്പി പതാക ഉയർത്തി. കേരള പോലീസ് ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ അമ്പാടി ശ്രീരാഗ് കിക്ക് ഓഫ് ചെയ്തു. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ബ്ലോക്ക് മെമ്പർ ബാവ മാളിയേക്കൽ, PTA പ്രസിഡന്റ് PV രജീഷ്, യൂസഫ് പണിക്കവീട്ടിൽ, ക്ലബ് രക്ഷാധികാരി ബാബു നാസർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ടീം അംഗങ്ങളെ വിശിഷ്ടാതിഥികൾ പരിചയപ്പെട്ടു. വാദ്യമേളവും ഫാൻസി വെടിക്കെട്ടുമുണ്ടായി. മത്സരത്തിൽ സലീം സോമിൽ മാർവൽ ചാലിശ്ശേരി 2-3 ഗോളുകൾക്ക് റോയൽ കിങ്സ് പെരിങ്ങന്നൂരിനെ പരാജയപ്പെടുത്തി. എടക്കഴിയൂരിൽ ചുറ്റുവട്ടം റെസിഡൻഷ്യൽ അസോസിയേഷൻ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഖാജ കമ്പനി പുളിക്കൽ അബ്ദു നാസറിന്റെ വീട്ടുവളപ്പിൽ നടന്ന ചടങ്ങിൽ തൃശൂർ MP TN പ്രതാപൻ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നിർവഹിച്ചു. ചുറ്റുവട്ടം പ്രസിഡന്റ് സീമ അബ്ദുനാസ് അധ്യക്ഷത വഹിച്ചു. പൂർണ്ണമായും സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ രൂപീകരണം. CV സുരേന്ദ്രൻ മരക്കാർ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിഹാബ് AS, പുന്നൂർ പഞ്ചായത്ത് മെമ്പർ MK അർഫാത്ത്, മുൻ മെമ്പർമാരായ മൊയ്തീൻ ഷാ പള്ളത്ത്, രാഘവൻ PC, രക്ഷാധികാരി കുഞ്ഞു മുഹമ്മദ്, ചന്ദ്രിക എന്നിവർ സംസാരിച്ചു. ചുറ്റുവട്ടം സെക്രട്ടറി ഷമീറ ഇസ്മായിൽ സ്വാഗതവും ബിന്ദു സുരേന്ദ്രൻ മരക്കാർ നന്ദിയും പറഞ്ഞു. ചാവക്കാട് മുതുവട്ടൂർ മഹല്ല് വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സമാദരണ സദസ്സ് സംഘടിപ്പിച്ചു. SSLC മുതൽ പ്രൊഫഷണൽ തലം വരെയുള്ള പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഡെന്റൽ സർജറിയിൽ മാസ്റ്റർ ബിരുദം നേടിയ K സബീന, ക്ലിനിക്കൽ സൈക്കോളജിയിൽ മാസ്റ്റർ ബിരുദം നേടിയ ഹന്ന കൊങ്ങണം വീട്ടിൽ, തായ്ക്കൊണ്ടോ സംസ്ഥാനതല ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയ ഫഹീം റംസാൻ, CBSE സംസ്ഥാനതല കബഡി മത്സര ജേതാവ് അബ്ദുള്ള കബീർ, റിലേ മത്സര ജേതാവ് മുഹമ്മദ് കബീർ, കേരള സ്കൂൾ കലോത്സവം ദഫ്മുട്ട് ജേതാവ് സെയ്ദ് അലി, ഹിക്മ ടാലന്റ് സെർച്ച് സംസ്ഥാനതല പരീക്ഷാ ജേതാവ് മുഹമ്മദ് ജുസൈർ, സംസ്ഥാനതല ഫുട്ബോൾ ചാമ്പ്യൻ BJ റിസ്വാൻ, ഖുറാൻ ആൻഡ് സ്റ്റഡീസ് സെന്ററിന്റെ ജില്ലാതല പരീക്ഷയിൽ വിജയിച്ച മൂസിന ഇല്യാസ് എന്നിവരെയാണ് ഉപഹാരം നൽകി ആദരിച്ചത്. വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് A അബ്ദുൾ ഹസീബ് അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഖാസി BI സുലൈമാൻ അസ്ഹരി സന്ദേശം നൽകി. PT കുഞ്ഞുമുഹമ്മദ് സമ്മാനദാനം നിർവഹിച്ചു. ഖത്തീബ് അലി അക്ബർ സലഫി ഖുറാൻ സന്ദേശം നൽകി. മഹല്ല് വിദ്യാഭ്യാസ സമിതി കൺവീനർ PV ഫൈസൽ, ജോയിന്റ് സെക്രട്ടറി PM ഹബീബ്, RV അബ്ദുൾ റഷീദ്, PK മുഹമ്മദ് ഷെരീഫ്, TS നിസാമുദ്ദീൻ, MP ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ് ചാവക്കാട്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ MPPM സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ MJSS സ്ഥാപക ദിനം ആചരിച്ചു. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ആലുവയിലെ പൗലോസ് മോർ അത്താനാസിയോസ് വലിയ തിരുമേനിയുടെ സ്മരണാർത്ഥമാണ് സ്ഥാപക ദിനം ആചരിച്ചത്. വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, സൺഡേ സ്കൂൾ ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ KC ആന്റണി, സൺഡേ സ്കൂൾ പ്രധാനാധ്യാപിക ഷീന മിൽട്ടൺ എന്നിവർ സംസാരിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും PTA അംഗങ്ങളും വിശ്വാസികളും പങ്കെടുത്തു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കർമ്മല മാതാവിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജനുവരി 22 മുതൽ 27 വരെയാണ് തിരുനാൾ ആഘോഷം. തിങ്കളാഴ്ച പരിശുദ്ധ കർമ്മലമാതാവിന്റെ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വൈകിട്ട് ലിസ്യു ആശ്രമം ഫാദർ പ്രസാദ് കുരിശിങ്കൽ CSTയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഇടവക വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി നിർവഹിച്ചു. തുടർന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന, തുടർന്ന് രൂപം എഴുന്നള്ളിച്ചുവെക്കൽ, അമ്പ് ആശീർവാദവും നടക്കും. ചടങ്ങുകൾക്ക് വേലൂർ ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ജീൻ ചിറയത്ത് മുഖ്യ കാർമ്മികനാകും.
വൈകിട്ട് 5 മണി മുതൽ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളി അങ്കണത്തിൽ എത്തിച്ചേരും. തുടർന്ന് തേര് മത്സരവും ഉണ്ടാകും. തിരുനാൾ ദിനത്തിൽ രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, രാവിലെ 10 നവവൈദികൻ ഫ്രാൻസിസ് പുതുക്കരയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭവന സമർപ്പണവും ആഘോഷകരമായ പാട്ടുകുർബാനയും നടക്കും. നവവൈദികൻ ഫാദർ ഫ്രാൻസിസ് പാറയ്ക്കൽ SI തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 മണിക്ക് നഗരം ചുറ്റി പ്രദക്ഷിണവും മെഗാ ബാൻഡ് വാദ്യവും ഉണ്ടാകും. തിരുനാൾ കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി, അസിസ്റ്റന്റ് വികാരി ജീൻ ചിറയത്ത് എന്നിവർ നേതൃത്വം നൽകും. ജനറൽ കൺവീനർ സാബു കുറ്റിക്കാട്ട്, പബ്ലിസിറ്റി കൺവീനർ വിൻസെന്റ് പാടൂർ, കൈക്കാരന്മാരായ ജസ്റ്റിൻ നീലങ്കാവിൽ, സൈമൺ ഒലക്കേങ്കിൽ, ഡൊമിനിക് മുളയ്ക്കൽ, നിധിൻ അറയ്ക്കൽ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും. CCTV ന്യൂസ്, വേലൂർ. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്ര പൂര മഹോത്സവം ആരംഭിച്ചു. ദേവസ്വം പൂരം വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ എഴുന്നള്ളിച്ചു. തുടർന്ന് മേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. സന്ധ്യയ്ക്ക് കീഴേക്കാവിൽ വേല ക്ഷേത്രത്തിലെത്തിയതോടെ തോറ്റം ചൊല്ലി കാവേറി, ചുറ്റുവിളക്ക്, ദീപാരാധന, ഭഗവത് സേവ, കൊമ്പ്, കുഴൽപ്പറ്റ്, തായമ്പക എന്നിവയ്ക്ക് ശേഷം വിവിധ ഉത്സവ കമ്മിറ്റികളുടെ ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശത്തും സമീപ ദേശങ്ങളിലുമായി പറയെടുപ്പ് നടന്നിരുന്നു. ക്ഷേത്രോത്സവ വേദിയിൽ കലാസന്ധ്യയും ആദരസന്ധ്യയിൽ സംഘക്കളി ആചാര്യനും ഫോക്ലോർ അവാർഡ് ജേതാവും മുൻ മേൽശാന്തിയുമായിരുന്ന മൂത്തമന പരമേശ്വരൻ നമ്പൂതിരി, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ തുടങ്ങിയവരെ ആദരിച്ചു. ലഹരിക്കെതിരെ ഒറ്റച്ചക്രത്തിൽ രാജ്യം ചുറ്റി സനീദ്. കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശിയായ സനീദ് ഒറ്റച്ചക്രമുള്ള സൈക്കിളിലാണ് ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി കന്യാകുമാരി മുതൽ കാശ്മീർ വരെയാണ് ഒറ്റച്ചക്രമുള്ള സൈക്കിളിൽ തന്റെ പര്യടനം നടത്തുന്നത്. ഡിസംബർ 15 ആരംഭിച്ച യാത്ര ഇതിനകം 600-ലേറെ കിലോമീറ്റർ ദൂരം പിന്നിട്ട് കഴിഞ്ഞു. സുഹൃത്തുക്കളായ താഹിർ, അഭിഷേക് എന്നിവർ ഈ യാത്രയിൽ സനീദിനെ അനുഗമിക്കുന്നുണ്ട്. ഇരുവരും 2 ചക്രമുള്ള സൈക്കിളിലാണ് സനീദിനൊപ്പമുള്ള യാത്രയിൽ പങ്കാളികളായിട്ടുള്ളത്. 9 വർഷമായി സൈക്കിൾ സ്റ്റണ്ടിംഗ് പരിശീലിക്കുന്ന സനീദ് കഴിഞ്ഞ ഒക്ടോബറിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒറ്റച്ചക്രമുള്ള സൈക്കിളിൽ യാത്ര നടത്തിയിരുന്നു. ഇതിൽ നിന്നും ആർജിച്ച ആത്മവിശ്വാസമാണ് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് യാത്ര നടത്താൻ പ്രചോദനമായത്. ഇപ്പോൾ കന്യാകുമാരി ടു കാശ്മീർ പോവാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ ജില്ലകളും കവർ ചെയ്തു. ആകെ 2 ജില്ലയിൽ ബാക്കിയുള്ളൂ. അത് ഇടുക്കിയും വയനാടുമാണ്. അവിടെ പിന്നെ എനിക്ക് പോകാനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല, അതുകൊണ്ടാണ് പോകണമെന്ന്. ഇപ്പോൾ ഓൾ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ 3 പേരും കൂടി. ഇതൊരു 6 മാസം നീണ്ട് യാത്ര. ഇപ്പോൾ തുടങ്ങിയിട്ട് 1 മാസമായി. ഇനി ഒരു 6 മാസം കൂടി എടുക്കുന്നതാണ് വിചാരിക്കുന്നത്. അതിനുള്ളിൽ കംപ്ലീറ്റ് ആക്കണമെന്നാണ് ആഗ്രഹം. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ പറ്റും. രാത്രികാലങ്ങളിൽ ടെന്റ് ഒരുക്കി അതിനുള്ളിലാണ് മൂവരും കഴിഞ്ഞുകൂടുന്നത്. പെട്രോൾ പമ്പുകളും പൊതു ശൌചാലയങ്ങളും ഉപയോഗപ്പെടുത്തി പ്രാഥമിക കൃത്യങ്ങൾ നിറവേറ്റുന്ന വിധത്തിലാണ് ക്രമീകരണം. ഭക്ഷണം മിക്കവാറും ആളുകൾ വാങ്ങി നൽകുകയാണ് പതിവ്. വേറിട്ട രീതിയിലുള്ള സൈക്കിൾ യാത്ര ശ്രദ്ധയിൽപ്പെടുന്നവർ വിവരം തിരക്കുകയും യാത്രയുടെ ഉദ്ദേശലക്ഷ്യമറിയുമ്പോൾ സ്നേഹപൂർവ്വം ഭക്ഷണ സാധനങ്ങൾ സമ്മാനിക്കുന്നതും പതിവാണ്. സിവിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ സനീദ് കിട്ടുന്ന ഏത് ജോലിയും ചെയ്ത് പണം സ്വരൂപിച്ചു വെച്ചാണ് യാത്രയ്ക്കിറങ്ങിയിട്ടുള്ളത്. താഹിർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറും അഭിഷേക് അക്കൗണ്ടന്റുമാണ്. യുവതലമുറ മയക്കുമരുന്നിന്റെ ഉപഭോക്താക്കളും വിതരണക്കാരുമായി ജീവിതം തുലയ്ക്കുമ്പോൾ നിരന്തരമായ പരിശീലനത്തിലൂടെ സ്വായത്തമാക്കിയ സൈക്കിൾ സ്റ്റണ്ടിംഗ് ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിനായി ഉപയോഗിച്ച മാതൃകയാവുകയാണ് സനീദും താഹിറും അഭിഷേകും. ചവിട്ടിത്തള്ളിയ ദൂരങ്ങളിലും ഇനിയും താണ്ടാനുള്ള വഴിത്താരയിലും കാണുന്നവർക്കും പരിചയപ്പെടുന്നവർക്കുമിടയിൽ ലഹരിവിരുദ്ധ സന്ദേശം കൈമാറിയാണ് മൂവർ സംഘത്തിന്റെ പ്രയാണം. CCTV ന്യൂസ്, കേച്ചേരി. മനുഷ്യരെ വലിഞ്ഞു മുറുക്കുന്ന പലിശയിൽ നിന്നും മോചനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന സംഗമം അയൽക്കൂട്ടത്തിന്റെ 5ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അണ്ടത്തോട് സൗഹൃദ നഗറിൽ നാട്ടുചന്ത നടത്തി. വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമ G. പിഷാരടി ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി എടക്കഴിയൂർ ഏരിയ പ്രസിഡന്റ് അബ്ദുൾ സമദ് അണ്ടത്തോട് അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ വനിതാ കൺവീനർ ജമീല, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കമാൽ, വിമൺ ജസ്റ്റിസ് പഞ്ചായത്ത് പ്രസിഡന്റ് ലുബ്ന ബക്കർ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി കാണക്കോട്ട് അബൂബക്കർ സ്വാഗതവും ട്രഷറർ മുഹമ്മദ് കോയ നന്ദിയും പറഞ്ഞു. അയൽക്കൂട്ടം അംഗങ്ങൾ ഉണ്ടാക്കിയ വിവിധയിനം ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഉണ്ടായിരുന്നു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ചന്ത രാത്രി 10 മണിക്ക് സമാപിച്ചു. പുതുശ്ശേരി നാറ്റിവിറ്റി ഓഫ് അവർ ലേഡി ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. ജനുവരി 30, 31 തീയതികളിലായാണ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് ശേഷം വികാരി ഫാദർ റോജോ എലുവത്തിങ്കൽ കൊടിയേറ്റം നിർവഹിച്ചു.
30-ാം തീയതി രാവിലെ 6:15 ഇടവക വികാരി കാർമ്മികനായി ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നിവ നടക്കും. തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിക്കും. കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ് ആശീർവദിച്ച് കൈമാറും. രാത്രി 10:35 മുതൽ 11 മണിവരെയുള്ള സമയങ്ങളിൽ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ദിവസമായ 31-ാം തീയതി രാവിലെ 7 മണിക്ക് ദിവ്യബലിയും 10-ന് ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. ചൂണ്ടൽ ഇടവക വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി മുഖ്യ കാർമ്മികനാകും. തണ്ടിലം ഇടവക വികാരി ഫാദർ ജിൻഡോ ചൂണ്ടൽ തിരുനാൾ സന്ദേശം നൽകും. ഇടവക അംഗവും എളനാട് വികാരിയുമായ ഫാദർ ജിൻഡോ കുറ്റിക്കാട്ട് സഹകാർമ്മികനാകും. വൈകിട്ട് 5:30-ന് വാദ്യമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളും വഹിച്ചുകൊണ്ട് ഇടവക വിശ്വാസികൾ അണിനിരക്കുന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി റോജോ എലുവത്തിങ്കൽ, കൈക്കാരന്മാരായ വിൻസെന്റ് കാക്കശ്ശേരി, ജോൺസൺ ചിറ്റിലപ്പിള്ളി, ജോർജ് കുറ്റിക്കാട്ട്, ജനറൽ കൺവീനർ പോൾ തെക്കേക്കര എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ചിത്രരചനാ ക്ലാസ് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, മെമ്പർ മുഹമ്മദ് കുട്ടി യാദൂർ എന്നിവർ സംസാരിച്ചു. ചിത്രകലാധ്യാപകരായ ഷനിൽ മാധവ്, K വിജയൻ എന്നിവർ നേതൃത്വം നൽകി. JKS ഷോട്ടോ ജൂക്കു ഇന്ത്യ കരാത്തെ ടീമിന്റെ ഇഷിക്കാവ കപ്പ് സെൻട്രൽ സോൺ കരാത്തെ ചാമ്പ്യൻഷിപ്പ് 2024 സംഘടിപ്പിച്ചു. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സെൻസായ് രാജേഷ് സ്വാഗതം പറഞ്ഞു. സെൻസായ് വിജയൻ അധ്യക്ഷത വഹിച്ചു. സെൻസായ് സുധീപ് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധയിടങ്ങളിൽ നിന്നായി 300ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ലിജോ പോൾ സമ്മാനദാനം നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ട്രെയിനർ ഷെറി മാസ്റ്റർ ആശംസ നേർന്ന് സംസാരിച്ചു. സെൻസായ് ദിലീപ് കുമാർ നന്ദി പറഞ്ഞു. കൂടുതൽ പോയിന്റ് നേടി ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ ഓവറോൾ ഫസ്റ്റ് നേടി. വളാഞ്ചേരി MES 2ാം സ്ഥാനവും പാവർട്ടി സെന്റ് ജോസ് 3ാം സ്ഥാനവും തൃത്താല സ്കൂൾ 4ാം സ്ഥാനവും നേടി. പാലൂർ കാവതിയാട്ട് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ അയോധ്യ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ തത്സമയ പ്രദർശനവും ശ്രീരാമപൂജയും നടത്തി. ചടങ്ങിൽ കർസേവയിൽ പങ്കെടുത്ത ഷാജി കൊട്ടാരപ്പാട്ടിനെ ആദരിച്ചു. രാമനാമ സങ്കീർത്തനം, രാമപൂജ, അന്നദാനം എന്നിവ നടന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5745 രൂപ, പവന് 45,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 78 രൂപ. ചരമം അയനൂർ ഊട്ടുമടത്തിൽ ബാലൻ ഭാര്യ തങ്ക നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. കുന്നംകുളം കാണിയാമ്പാൽ ചീരംകുളം റോഡിൽ കുറുമ്പാടത്ത് പരേതനായ അയ്യപ്പൻ ഭാര്യ അമ്മിണി നിര്യാതയായി. 93 വയസ്സായിരുന്നു. പരേതയായ ശാന്തകുമാരി, മോഹനൻ, പരേതനായ വിജയകുമാർ, രാജേഷ് എന്നിവർ മക്കളാണ്. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. വേലൂർ മണിയിൽ പരേതനായ ശങ്കരൻകുട്ടി നായർ ഭാര്യ കാർത്തിയനിയമ്മ നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് പള്ളം ശാന്തി തീരത്ത്. ചന്ദ്രൻ, ഗിരിജ, ഗീത എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയായി. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയത് VVIPകളുടെ വൻനിര. ചടങ്ങിൽ നരേന്ദ്രമോദി പങ്കെടുത്തത് മുഖ്യ യജമാനനായി. കുരഞ്ഞിയൂരിൽ ചകിരി കമ്പനിയിൽ വൻ തീപിടുത്തം. വനിതകളായ തൊഴിലാളികൾ ഇറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. സംഭവത്തിൽ ദുരൂഹതയുള്ളതായി നടത്തിപ്പുകാരൻ. ദേശീയപാത നിർമ്മാണം വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഗുരുവായൂർ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തി. മതിലാങ്ങുന്ന അടിപ്പാത, നിലവിലെ റോഡരികിലെ വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടൽ തുടങ്ങിയ വിഷയങ്ങൾ NK അക്ബർ MLA മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് സെപ്റ്റിക് ടാങ്ക് ചോർന്ന് മലിനജലം കെട്ടിക്കിടക്കുന്നു. 15 കുടുംബങ്ങൾ ദുരിതത്തിൽ. സ്വകാര്യ ഫ്ളാറ്റ് ഉടമയ്ക്കെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണം. പന്തല്ലൂർ പാറക്കുളത്തിൽ മുങ്ങിമരിച്ച സഹോദരങ്ങൾക്ക് നാട് കണ്ണീർ യാത്രാമൊഴിയേകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.